സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദർശം എന്തൊക്കെല്ലാം പറഞ്ഞാലും പണ്ടുകാലം തൊട്ട് പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് അമ്മായിയമ്മ മരുമകൾ പോര്. അതേസമയം ഇവർ അമ്മയും മകളുമായി തന്നെ ജീവിക്കുന്ന ധാരാളം കുടുംബങ്ങളുമുണ്ട്. നക്ഷത്രഫലപ്രകാരം അമ്മായിയമ്മ മരുമകൾ ബന്ധത്തെ നിർവചിക്കുന്നുണ്ട്. ചില പ്രത്യേക നക്ഷത്രക്കാർ അമ്മായിയമ്മ മരുമകൾ ബന്ധമായി വരുമ്പോൾ ഇവർ തമ്മിൽ കലഹമുണ്ടാകുമെന്നാണ് പൊതുവെ പറയാറ്. അതുപോലെ തന്നെ പരസ്പരം പൊരുത്തമില്ലാത്ത നാളുകൾ എന്ന് പറയാം. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെ നാളുകളാണ് ഇങ്ങനെ പൊരുത്തമില്ലാത്ത നാളുകൾ എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം. ആദ്യത്തേത് അത്തം അശ്വതി നാളാണ്. അത്തം അശ്വതി നക്ഷത്രക്കാർ വന്നാൽ ഇതിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അമ്മായിയമ്മ മരുമകൾ ഇത്തരം നക്ഷത്രങ്ങൾ വന്നാൽ ഈ രണ്ട് നക്ഷത്രങ്ങളിൽ ഏത് നക്ഷത്രം വേണമെങ്കിലും ഇവരുമാകാം. ഇന്ന നക്ഷത്രം മരുമകളോ ഇന്ന നക്ഷത്രം അമ്മായിയമ്മയോ ആകണമെന്നുള്ള നിർബന്ധമില്ല. ഇവർ തമ്മിൽ സ്വരച്ചേർച്ചക്കുറവുണ്ടാകും, വഴക്കുകൾ ഉണ്ടാകാം. ഇത്തരത്തിലെ മറ്റു രണ്ട് നക്ഷത്രങ്ങളാണ് ഈ മകീരവും ചിത്രയും. അതുപോലെ തന്നെ അമ്മായിയമ്മ മരുമകൾ ഇത്തരത്തില് നക്ഷത്രങ്ങളിൽ പെട്ടാൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അടുത്തത് പുണർദവും ചോതിയാണ്. പുണർദവും ചോതിയും തമ്മിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരാൾ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകാൻ സാധ്യതയില്ലാത്ത ഒരു രണ്ട് നക്ഷത്രങ്ങളാണ് വിശാഖവും മൂലവും പോലും. ഇത്തരത്തിലുള്ള തർക്കങ്ങൾക്ക് വഴി വെക്കുന്ന മറ്റു രണ്ട് നക്ഷത്രങ്ങളാണ്. തൃക്കേട്ടയും രേവതിയും ഇത്തരത്തിൽ ഉള്ള മറ്റു രണ്ട് നക്ഷത്രങ്ങളാണ്. മകവും ഉത്രാടവും അമ്മായിമ്മ മരുമകൾ സ്വരച്ചേർച്ച ഇല്ലാത്ത രണ്ട് നക്ഷത്രങ്ങളാണ്. ഇവർ രണ്ട് നാളുകാരും ശുദ്ധരാണ്, നിഷ്കളങ്കരാണ്. എന്നാലും വഴക്കുകൾ ഉണ്ടാവാം. പൊതുവേ രണ്ടുപേരും തമ്മിൽ വഴക്കുകൾ ഉണ്ടാകാനുള്ള ഒരു കാര്യവും ഇല്ലെങ്കിൽ പോലും പൊതുവെ വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള നക്ഷത്രമാണ് പുണർദവും ചോതിയും. അടുത്തത് തിരുവോണവും ചതയവും. മറ്റു രണ്ട് നക്ഷത്രക്കാരാണ്. പരസ്പരം കുറ്റപ്പെടുത്തലുകളും വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് നക്ഷത്രങ്ങളാണിത്. അതുപോലെ തന്നെ അവിട്ടവും തിരുവാതിരയും കീരിയും പാമ്പും പോലുള്ള രണ്ട് നക്ഷത്രങ്ങളാണ്. അതായത് ഇത്തരം രണ്ട് നാളുകാർ അമ്മായിമ്മ മരുമകൾ പോരിന് കൂടുതൽ ഇടയാക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അടുത്തത് പൂരുട്ടാതി ഭരണി നക്ഷത്രക്കാരാണ്. ഇവർ ചേർന്ന് പോകാത്ത മറ്റു രണ്ട് നാളുകളാണ് ഈ പൂരുട്ടാതിയും ഭരണിയും. അതുപോലെ തന്നെ കാർത്തികയും ഉത്രവും ഇത്തരത്തിലെ മറ്റു രണ്ട് നക്ഷത്രങ്ങളാണ്. പൂരവും രോഹിണിയും തമ്മിലും ചേരാത്ത നക്ഷത്രങ്ങളാണ്. പൂയവും ഉത്രട്ടാതിയും വന്നാൽ ശത്രുക്കളെ പോലെ ഇരിക്കും, പെരുമാറ്റമാണ് എന്ന് പറയാം. ആയില്യം അനിഴം നക്ഷത്രക്കാരും പരസ്പരം ചേർന്ന് പോകാത്ത രണ്ട് നാളുകാരാണ്. അതുപോലെ തന്നെ പൂരാടവും ഭരണിയും അമ്മായിമ്മ മരുമകൾ ബന്ധത്തിന് നല്ലതല്ല. നിർബന്ധ ബുദ്ധി വരുന്നതാണ് കൂടുതൽ പ്രശ്നം. അതുപോലെ തന്നെ പൂരുട്ടാതി ഉത്രാട നക്ഷത്രക്കാരും തമ്മിൽ ചേരാത്ത രണ്ട് നാളുകാരാണ്. ഇതുപോലെ അശ്വതിയും ഉത്രവും അമ്മായിമ്മ മരുമകൾ ബന്ധത്തിന് ചേർച്ചയില്ലാത്ത രണ്ട് നാളുകാരാണ്. ഇവിടെ ആരെങ്കിലും ഒരാൾ കൂടുതൽ പ്രശ്നക്കാരാകും. അതുപോലെ തന്നെ ഒന്നാണ് അത്തവും മകീരവും. ഇവർ ചേർച്ചയില്ലാത്ത നക്ഷത്രമാണ്. ചിത്രയും തിരുവോണവും പരസ്പരം ഒത്തുപോകാൻ സാധിക്കാത്ത നാളുകാരാണ്. മൂലവും തൃക്കേട്ടയും ഇത്തരത്തിലുള്ള പൊരുത്തക്കുറവുള്ള നാളുകാരാണ്. പൂരവും തിരുവാതിരയും അമ്മായിമ്മ മരുമകൾ നാളുകാരാണെങ്കിൽ വലിയ വഴക്കുകൾക്ക് സാധ്യതയുണ്ടെന്നാണ് പൊതുവെ ജ്യോതിഷത്തിലൊക്കെ പൊതുഫലത്തിൽ പറയാറുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ അധ്യായം ഇതുപോലുള്ള അമ്മായിമ്മ മരുമകൾ ഈ നാളുകാരാണെങ്കിൽ പരസ്പരം കലഹങ്ങളും അതുപോലെ തന്നെ വീട്ടിൽ വഴക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോളും. ഒരിക്കൽ കൂടി എന്ന് പറയുന്നത് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.